ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പൊളിറ്റിക്സ് ക്ലാസ്. ഇന്ന് നമ്മുടെ പുതിയ യൂണിറ്റ് 9ാമത്തെ യൂണിറ്റാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ, റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. സമകാലീന അല്ലെങ്കിൽ സമീപകാല സംഭവ വികാസങ്ങൾ എന്നതുകൊണ്ട് പാഠഭാഗം ഉദ്ദേശിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നടന്നു എന്നുള്ളതാണ്. 89-90 കാലഘട്ടം മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അന്ന് വരെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത പല മാറ്റങ്ങൾക്കും നമ്മുടെ രാജ്യം വേദിയായിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. പ്രധാനമായും മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം, അത് ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, സമവായ രാഷ്ട്രീയം, 1990കളുടെ പശ്ചാത്തലം, രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട 5 സംഭവ വികാസങ്ങൾ. 1. 1989 കോൺഗ്രസിനുണ്ടായ പരാജയം. 2. മണ്ഡൽ പ്രശ്നം. 3. സാമ്പത്തിക നയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ. 4. ബാബരി മസ്ജിദിൻ്റെ തകർച്ച. 5. രാജീവ് ഗാന്ധി വധം. Today we are going to discuss new unit, recent developments in Indian politics. Political developments during the 2 decades following the emergency are discussed in this chapter. Most unexpectedly, 5 important incidents occurred in 1918 and 1990, which paved the way for deep-rooted controversies, disputes, discussions, and communal tensions, and ending in violence. The features of these problems are: coalition politics on the rise. What do they imply for our democracy? Then what is mandalization? How will it affect political representation? Next, Rama Janmabhoomi movement and Babari Masjid demolition. How do they affect political mobilization? How does a new policy consensus affect political choices? Context of the 1990s. 1984 election gave the Congress a massive victory under Rajiv Gandhi. We shall now look at 5 major developments that were to make a long-lasting impact on Indian politics. First one, defeat of the Congress party in 1989 election. Second one, Mandal issue. Third, radical turn in economic policy. Fourth one, Babari Masjid demolished. Rajiv Gandhi's assassinations. In this chapter discusses these 5 things very detailedly. ഈ 5 പ്രശ്നങ്ങളിൽ ഓരോന്നും വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. മുന്നണികളുടെ യുഗം. 89 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷവും കിട്ടിയില്ല. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നുവെങ്കിലും ഒറ്റയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായില്ല. ജനതാദളും ചില പ്രാദേശിക പാർട്ടികളും ദേശീയ മുന്നണി രൂപീകരിക്കുകയും BJPയുടെയും ഇടതു കക്ഷികളുടെയും പിന്തുണ നേടുകയും ചെയ്തു. പ്രത്യയശാസ്ത്രപരമായി നേരെ വിപരീത വീക്ഷണമുള്ള ഈ 2 ഗ്രൂപ്പുകൾക്കും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. VP സിംഗിനും BJPയും ജ്യോതി ബസുവും പിന്തുണ നൽകി. BJPയും ഇടതുപക്ഷവും VP സിംഗ് മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്താങ്ങി.
ഇനി നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലമാണ് പറയാൻ വേണ്ടി പോകുന്നത്. 1989 കോൺഗ്രസ്സിനുണ്ടായ പരാജയം. 1984 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 415 സീറ്റുകൾ ലഭിച്ചു. 1989 അത് 197 കുറഞ്ഞു. 91 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തി അധികാരത്തിലെത്തി. എന്നാൽ 89 കോൺഗ്രസിൻ്റെ പ്രകടനം കോൺഗ്രസ് വ്യവസ്ഥയുടെ പതനത്തെ സൂചിപ്പിച്ചു. മറ്റേതു പാർട്ടിയേക്കാളും കൂടുതൽ കാലം കോൺഗ്രസ് അധികാരത്തിൽ തുടർന്നുവെങ്കിലും 89 തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ അതിൻ്റെ നായകത്വം, മേധാവിത്വം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു. ഡിഫീറ്റിംഗ് of the Congress Party in 1989 election. In 1984, the Congress had won 415 seats, but now in 1989, it could get only 199 seats. True, the Congress improved its performance in the midterm election of 1991 and came to power, but the 1989 performance marked the end of what is called the Congress system. It means though the Congress remained in power and ruled over the country more than any other political party, it lost its certainty with the 1989 election. Era of coalitions. In 1989 elections, the Congress was defeated. At the same time, no other single party secured majority. Though the Congress was the largest party in the Lok Sabha, it did not have a clear majority, so it preferred to be in the opposition benches. Janata-Dal and some regional parties formed a national front, got support from the BJP and the left front, diametrically opposed to each other. These two could do little. Mr. VP Singh was supported by BJP and Jyoti Basu. The BJP and the left supported the government from outside. കോൺഗ്രസിൻ്റെ അപജയം. സമീപകാല സംഭവവികാസങ്ങളിൽ ഒന്നാമത്തേതായ കോൺഗ്രസിൻ്റെ അപജയം. 1989 പരാജയപ്പെട്ട കോൺഗ്രസ് പാർട്ടി ദീർഘകാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മേധാവിത്വം ആദ്യമായി നഷ്ടപ്പെടുകയായിരുന്നു. 60കളുടെ അന്ത്യത്തിലും കോൺഗ്രസ് മേധാവിത്വത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ നെടുനായകത്വം വീണ്ടെടുത്ത് 90കളിലും കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ആർക്കും ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. അതിന് കോൺഗ്രസിന് ബദലായി ആരും രംഗത്തെത്തിയില്ല. കോൺഗ്രസിൻ്റെ അപജയത്തോടെ ഇന്ത്യയിൽ ബഹുകക്ഷി സമ്പ്രദായ വ്യവസ്ഥയാണ് ഉണ്ടായത്. നിരവധി രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടത്ര ഭൂരിപക്ഷം ലോക്സഭയിൽ ആർക്കും ലഭിച്ചില്ല. 89 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത് ആവർത്തിച്ചു. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുകയുണ്ടായി. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. കേന്ദ്രത്തിൽ മുന്നണി സംവിധാനം കടന്നു വരാൻ കാരണമായ പരാജയമായിരുന്നു 1989 കോൺഗ്രസിൻ്റെ പരാജയം. എല്ലാ മുന്നണി മന്ത്രിസഭകൾക്കും ഭൂരിപക്ഷത്തിന് വേണ്ടി പ്രാദേശിക കക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു. 2014 ഇതിനൊരു മാറ്റം വന്നത്. അങ്ങനെ ഭരണമുന്നണി രൂപീകരണത്തിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ നിർണായക പങ്ക് വഹിക്കാൻ തുടങ്ങി. ലെറ്റ്സ് ഡിസ്കസ് ദി ഫസ്റ്റ് ഡിക്ലൈൻ ഓഫ് ദി കോൺഗ്രസ്. Congress dominance came to an end with the defeat of the Congress. In late 60s, the Congress dominance was under threat, but Indira Gandhi restored the dominance. In the 90s, also Congress dominance was challenged, but it did not give majority to any other single party to take the place of the Congress. So was born the multi-party system. Many political parties contested the election and no one single party secured enough seats to form government. From 1989, this was the case in the Lok Sabha election, and it was the beginning of the coalition government at the center. The coalition government always depend on regional parties for their existence. This situation continued till 2014 up to 2014. മുന്നണി രാഷ്ട്രീയം, അതാണ് ഇനി നമ്മൾ
പറയാൻ പോകുന്നത്. ദളിതരെയും പിന്നോക്ക ജാതിക്കാരെയും മറ്റു പിന്നോക്ക സമുദായങ്ങളെയും, അതായത് OBC പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു കാലമായിരുന്നു ഇത്. ഇവരിൽ ചിലർക്ക് 96 കൂട്ടുമുന്നണി മന്ത്രിസഭയിൽ നിർണായകമായ പങ്കുമുണ്ടായിരുന്നു. ഐക്യമുന്നണി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ജനതാദളും നിരവധി പ്രാദേശിക പാർട്ടികളുമായിരുന്നു. BJP മന്ത്രിസഭയ്ക്കു പിന്തുണ നൽകിയില്ല. എന്നാൽ കോൺഗ്രസ് ഐക്യമുന്നണി മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകി. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുറത്താക്കുക എന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ഏക ലക്ഷ്യം. അതിനാൽ ഇടതുപക്ഷ പാർട്ടികളും BJPയും ഐക്യമുന്നണി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. 96 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും BJPയെ പുറത്താക്കാൻ സഖ്യമുണ്ടാക്കി. മന്ത്രിസഭ അധികകാലം നീണ്ടുനിന്നില്ല. 91 96 തെരഞ്ഞെടുപ്പിൽ BJP നില മെച്ചപ്പെടുത്തി. BJP ഏറ്റവും വലിയ കക്ഷിയായി ഉയർന്നു വന്നു. അവർ മന്ത്രിസഭ രൂപീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. അതിനാൽ BJP മുന്നണി സർക്കാരിന് രൂപം നൽകി. NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസസ്, അത് തന്നെയാണ് ഇന്നും ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇന്ന് BJPക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന പേരിൽ മന്ത്രിസഭ രൂപീകരിച്ചു. അടൽ ബിഹാരി വാജ്പേയിയാണ് അന്ന് പ്രധാനമന്ത്രിയായത്. 89 മുതൽ മുന്നണി ഭരണത്തിൻ്റെ തുടർച്ച ദേശീയ തലത്തിൽ ആരംഭിച്ചു. അതിനുശേഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന 9 സർക്കാരുകളും മുന്നണി സർക്കാരുകളോ മറ്റു പാർട്ടികൾ പുറത്തുനിന്നും പിന്താങ്ങിയ ന്യൂനപക്ഷ സർക്കാരുകളോ ആയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ അനിവാര്യമായിരുന്നു. കഴിഞ്ഞ 2 ദശകങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു മുന്നണി രാഷ്ട്രീയ സംസ്കാരം സ്വാഭാവികമായി നിലവിൽ വന്നു. വ്യത്യസ്ത താൽപ്പര്യങ്ങളെയും സാമൂഹിക സംഘങ്ങളെയും ഉൾക്കൊണ്ടിരുന്ന മുന്നണി പോലെയുള്ള ഒരു സംവിധാനമായിരുന്നു പഴയ കാലത്ത് കോൺഗ്രസ്. അലയൻസ് പൊളിറ്റിക്സ്. പവർഫുൾ പൊളിറ്റിക്കൽ പാർട്ടീസ് representing the Dalit, backward classes and OBCs came up on the Indian politics arena. Some of them played a crucial role in the United Front government in 1996. The United Front comprised the Janata Dal and several regional parties. The BJP did not render any support, but the Congress supported the United Front. In 1989 election, both the left parties and BJP supported the National Front government because their sole aim was to keep the Congress out. In 1996, the Congress and the left wanted to keep the BJP out. The government did not last long. The BJP consolidated its position in 1991 and 1996. It became the largest single party and was asked to form government. But it did not have enough seats in the Lok Sabha, so the BJP went for a coalition government. In 1999, Atal Bihari Vajpayee became the Prime Minister of NDA, National Democratic Alliances. Today itself, these alliances ruling India, but BJP had a clear majority in the Lok Sabha. From 1989, coalition politics became the order of the day. The 9 governments which came to power from 1989 have all been coalition governments or minority become essential. Minority governments supported by other parties. In this situation, support of regional parties become essential. Silent changes have been taking place over the past decades, and the birth of coalition government was a natural outcome. Earlier, the Congress party was called a coalition of different interests and different social groups. We used to call this as the Congress system. After 1960s, different sections left the Congress and formed separate political parties. Many regional parties also came up after 1977. But with all these developments, none of these political parties could replace the Congress party. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് 89 മുതലുള്ള സർക്കാരുകളെക്കുറിച്ച് കാണാൻ പറ്റും. 89 ദേശീയ മുന്നണി, അവർക്ക് ഇടതുപക്ഷവും BJPയും വന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി ദേശീയ മുന്നണിയെ സപ്പോർട്ട് ചെയ്തു. അന്നത്തെ പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ കാലത്താണ് നബിദിനം ഇന്ത്യയിൽ ദേശീയ അവധിയാക്കി പ്രഖ്യാപിച്ചത്.
രണ്ടാമത് പിന്നെ നോക്കൂ, 90-91 കാലഘട്ടത്തിൽ സമാജ്വാദി ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണിയുടെ ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നു. ചന്ദ്രശേഖർ ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. പിന്നീട് 91-ൽ AIADMKയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് പാർട്ടി തന്നെ അധികാരത്തിലെത്തുന്നു. 96-ൽ മെയ് മുതൽ ജൂൺ വരെ BJP ഒരു ഗവൺമെൻറ് രൂപപ്പെടുത്തി. AB വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. പിന്നീട് 96 മുതൽ 97 വരെ വീണ്ടും ഐക്യമുന്നണി, പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഐക്യമുന്നണി അധികാരത്തിലെത്തിയത്. ഏപ്രിൽ 97 മുതൽ മാർച്ച് 98 വരെ ഐക്യമുന്നണി ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി IK ഗുജ്റാളാണ് അന്ന് പ്രധാനമന്ത്രിയായത്. പിന്നീട് 98 ഒക്ടോബറിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ആദ്യമായി ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തി. ആദ്യം 98 ഒക്ടോബർ മുതൽ 99 വരെ 13 മാസം, പിന്നീട് 99 മുതൽ 2004 വരെ തുടർച്ചയായി BJP ആദ്യമായി ഇന്ത്യ ഭരിച്ചു. അതിനുശേഷമാണ് 2004 മുതൽ 2014 വരെ UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസസ് എന്ന പേരിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി അധികാരത്തിൽ വരുന്നത്. അതിനുശേഷമാണ് 2014-ൽ NDAക്ക് ഭൂരിപക്ഷം ലഭിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നതും, പിന്നീട് 2019-ൽ NDA തന്നെ മത്സരിച്ചെങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചു. ഇപ്പം NDA ഭരിച്ചുകൊണ്ടിരിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഫ്രം 1989. Look at this. During December 1989 to November 1990, National Front government was ruled with the support of LDF and BJP. Their aim was to remove Congress from power. VP Singh became the Prime Minister. Then from 1990 to 1991, National Front under the leadership of Samajwadi Janata Party with the support of the Congress, S. Chandrasekhar was the Prime Minister. Then in 1999 to 1996, 5 years, Congress ruled India with the support of AIADMK. PV Narasimha Rao was the Prime Minister. Then for a short time, May to June in 1996, National Democratic Alliances led by BJP came to power at first time in India. AB Vajpayee was the Prime Minister. Then 1996 to 1997, HD Devagowda became the Prime Minister. United Front with the support of the Congress Party. Then 1997 to 1998, United Front with this Congress Party, IK Gujral was the Prime Minister. Then again March 1998 to October 1999, 13 months, and from 1999 to 2004, 5 years, NDA again came to the power in India under the leadership of BJP. AB Vajpayee was the Prime Minister. After BJP's NDA, Manmohan Singh ruled India from 2004 to 2014, 10 years. UPA government under the leadership of the Congress Party. After Manmohan Singh, Narendra Modi reached in power in 2014. NDA formed the government under the leadership of BJP. But in 2019, again NDA got majority in the parliament and formed a government. But the difference was the BJP got majority
alone in the parliament. Now Narendra Modi is ruling India. We don't know what will be the result of next election. Several changes may occur. Sometimes Narendra Modi may change or he still in power. We cannot say what will happen during the 2024 election. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് സമകാലീന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ചോദ്യങ്ങളുള്ളത് വിച്ച് ആർ ദ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഏതൊക്കെയാണ്? 5 വികാസങ്ങൾ ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അലയൻസ് പൊളിറ്റിക്സ്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതി അയക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.